ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെതിരെ വി മുരളീധരൻ്റെ ആളുകൾ തിരിഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പിയിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലാപം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നാളും വി മുരളീധരനെ എതിർത്തിരുന്ന ശോഭാ സുരേന്ദ്രൻ അടക്കം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന രീതിയിലേക്കായി. ചുരുക്കി പറഞ്ഞാൽ വി മുരളീധരനും കെ സുരേന്ദ്രനുമൊപ്പം ശോഭ കൂടി കൂടുമ്പോൾ അതിനകത്ത് ബി.ജെ.പിക്ക് അകത്തെ റിഫ്റ്റ് വളരെ പ്രകടമായി കഴിഞ്ഞിരിക്കുകയാണ്. പല നേതാക്കളും, പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിലെ പല നേതാക്കളും ബി.ജെ.പിയിലേക്ക് കടന്നുകൂടുമ്പോൾ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇത് എന്തുതരം ഫോർമുലയാണ്? പ്രത്യേകിച്ച് നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖരന് മാത്രമല്ല, നായരാധിപത്യവും ക്രൈസ്തവാധിപത്യവും ബി.ജെ.പിയിൽ പൊട്ടിക്കുത്തി വാഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രത്തിന് കൃത്യമായി രഹസ്യമായി കത്തയച്ചത് എന്ന് തുടങ്ങുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പരസ്യമായി തന്നെ വരികയാണ്. ബി.ജെ.പിയിൽ കൃത്യമായി ഇടവ നേതാക്കൾ കൊഴിഞ്ഞു പോവുകയാണ്. ഇടവ വോട്ടുകൾ പോയാൽ ബി.ജെ.പിക്ക് സീറ്റുകൾ ഒന്നും തന്നെ ലഭിക്കില്ല. ആലപ്പുഴ ലോക്സഭയിലും ആറ്റിങ്ങലിലുമൊക്കെ ഇടവ വോട്ട് കൊണ്ടാണ് ഇത്രയധികം വോട്ട് ഷെയർ ബി.ജെ.പിക്ക് മാറിയത്. അതല്ലെങ്കിൽ ഒരിക്കലും ആലപ്പുഴയിലെ സെഗ്മെൻറ്റുകളിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റിങ്ങലിലോ ഒന്നും ഒരു മേഖലയിൽ പോലും, ഒരു ബൂത്തിൽ പോലും ലീഡ് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. രാജീവ് ചന്ദ്രശേഖരൻ ഒരു വലിയ ശുദ്ധികലശം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി.ജെ.പിക്ക് അകത്ത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് വി മുരളീധരൻ്റെ പ്രവർത്തനം. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മിന്നുന്ന പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ച് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുമ്പോൾ അതിനെ തഴയാൻ വി മുരളീധരൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. നമുക്കറിയാം, വി മുരളീധരൻ കഴക്കൂട്ടത്തായിരിക്കും മത്സരിക്കുക. രാജീവ് ചന്ദ്രശേഖർ നേമത്തും, ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ, പ്രത്യേകിച്ചും ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു ജനറൽ സെഗ്മെൻറ്റിലായിരിക്കും മത്സരിക്കുക. ഇപ്പോഴത്തെ സാധ്യതകൾ മനസ്സിലാക്കുമ്പോൾ കായംകുളത്ത് അവിടെ മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറി വരികയാണ്. ഇത്തരത്തിലാണ് അവിടുത്തെ നീക്കുപോക്കുകൾ. കെ സുരേന്ദ്രൻ 2016-ലും 2021-ലും ഒക്കെ മത്സരിച്ച മഞ്ചേശ്വരത്ത് തന്നെ നിലയുറപ്പിക്കുമോ അതോ വീണ്ടും കോന്നിയിൽ മത്സരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ മഞ്ചേശ്വരം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനാണ് കെ സുരേന്ദ്രന് കൂടുതൽ താല്പര്യം. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കഴിഞ്ഞ തവണത്തെ അത്ര വിജയം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ബി.ജെ.പിയുടെ സ്ട്രാറ്റജി കേരളത്തിൽ വർക്കൗട്ട് ആകുന്നില്ല എന്ന ഇൻറ്റേർണൽ സർവേ തന്നെയാണ് ഇപ്പോൾ അവരെ അലട്ടുന്നത്. എത്രയൊക്കെ വളർന്നു, വോട്ട് ഷെയർ വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ, കോർപ്പറേഷനിൽ, നഗരഹൃദയങ്ങളിലുള്ള വാർഡുകളിൽ വലിയ ഇടിവ് സംഭവിക്കും എന്ന ഇൻറ്റേർണൽ റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ചും തിരുമല കൗൺസിലറുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ ചർച്ചയാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വോട്ട് ഷെയർ കുത്തനെ ഇടിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ നാണം കെട്ട് രാജിവെക്കേണ്ടി വരും.